അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ, ഇതാണ് ബാസാക്കോട്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫെർട്ടിലൈസർ റിലീസാവുന്നത്. അപ്പോൾ നമ്മൾ നനയ്ക്കുന്നതിൻ്റെയും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഓരോ പ്രാവശ്യം നനയ്ക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിലീസായിട്ട് ചെടിക്ക് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇതാണത് ബാസാക്കോട്ട എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക് ഈ ഒരു വളം തന്നെ മതിയാവും. നമ്മൾ പോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ എവിടെ നടുകയാണെങ്കിലും ഒരു ചെടി പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുന്നതൊക്കെ ആണെങ്കിൽ അതിലേക്ക് നമ്മളിത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക് ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറായിട്ട് അത് പ്രവർത്തിച്ച് 6 മാസം നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോസിൽ പറയുന്നത്. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബാസാക്കോട്ട എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ. സാധാരണയായിട്ട് നമ്മളെ വളപ്പിടികളിലൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്, ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രാവശ്യം ഒരു ചെടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം ആ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം നനയ്ക്കുന്നതോ അല്ലെങ്കിൽ ഡ്രൈ ആവുന്ന സമയത്തൊക്കെ ഓരോ തരത്തിൽ ഇത് പ്രവർത്തിച്ചിട്ട് വേണ്ട പിന്നെ ഫെർട്ടിലൈസറൊക്കെ നമ്മളെ മണ്ണിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമ്മൾ ഈ വളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കാറ്റസ് വാങ്ങിയിട്ടുണ്ട്, ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഒരു ചെടി. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു ചെടി നമുക്ക് റീപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഈ വളം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ മിക്ക നഴ്സറികളിലും നമ്മൾ ഈ പറയുന്ന ബാസാക്കോട്ട ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വിലയുള്ള ചെടികളിലാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാസാക്കോട്ട പറഞ്ഞ വളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ബുഷായിട്ട് നല്ല ഉഷാറായി നിൽക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള ന്യൂട്രിയൻ്റൊക്കെ നമ്മൾ ഈ ഒരു വളത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പിന്നെ കാറ്റസ് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം അതിലെങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ മണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട്. മണ്ണല്ല, നമ്മുടെ കോക്കോവിറ്റും അതേപോലെ തന്നെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണലും കുറച്ച് മണ്ണും നമ്മൾ കാറ്റസ് നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റസ് ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ ഒരു പോട്ടിലേക്കാണ് കേട്ടോ വെക്കുന്നത്. കുറച്ചൊരു വലിയ പോട്ടിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ നിറച്ച് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചിൽ പിന്നെ ഉള്ളൊരു ഇത് മാറ്റുന്നുണ്ട്. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാക്കുന്ന ചെറിയ രീതിയിൽ ആ ഒരു ബാസാക്കോട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതിയൊരു ചെടി എടുത്തിട്ട് നടാൻ നോക്കുമ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു ചെടിയാണ്. അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ, ഇതാണ് ബാസാക്കോട്ട. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫെർട്ടിലൈസർ റിലീസാവുന്നത്. അപ്പോൾ നമ്മൾ നനയ്ക്കുന്നതിൻ്റെയും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ഫെർട്ടിലൈസറിൽ ചെറിയ രീതിക്ക് ഇതിൻ്റെ ഉള്ളിലൊരു വെള്ളം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഓരോ പ്രാവശ്യം നനയ്ക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിലീസായിട്ട് ചെടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. നമ്മളൊരു ബോൾ പോലെ ആയിരിക്കും ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വളം ഉണ്ടാവും. കണ്ടോ, നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വെറും തോട് മാത്രമാവും. ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയാണ്, പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഒരു പുതിയൊരു ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വരെ ബാസാക്കോട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാം. കുറഞ്ഞ ഇതിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഈ വളം ഇട്ടാൽ മതി. ഈ ഒരു വളത്തിന് അത്യാവശ്യം പിന്നെ കിലോയ്ക്ക് 700 രൂപ, 100 ഗ്രാമിന് 70 രൂപയോളാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നടുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ ഇടുന്നത് എന്നുള്ളത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റസ് കുറച്ച് കാലം ആ ഒരു ചെറിയ പോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ടതിന് ശേഷം ചെറിയൊരു ചെടിയോട് ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഹോൾ ഉണ്ടാക്കുക. ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു 4-5 മണി ഇതേപോലെ ഇത്ര ക്വാണ്ടിറ്റി മതി നമുക്ക്. ഈ ഒരു പിന്നെ ചെടിക്ക് 6 മാസത്തേക്ക് ഈ ഒരു വളം മാത്രം മതി. അതായത് ഇത്ര വലിയ ചെടിയാണെങ്കിലും പിന്നെ ഇത്ര വളം മാത്രം മതി. ഒരു 6 മാസത്തേക്ക് വേറൊരു വളവും കൊടുക്കേണ്ടതില്ല. ഇത് നമ്മൾ ഉണ്ടാക്കി ചെറിയൊരു കുഴിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അത് മൂടി കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇതിനൊരു വളം കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുമ്പോഴും അതേപോലെ തന്നെ ഈ സോയിൽ ഡ്രൈ ആവുകയാണെങ്കിലൊക്കെ ഈ ഫെർട്ടിലൈസർ പ്രവർത്തിച്ച് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ഇതിൽ നിന്ന് തന്നെ, അതിപ്പം പിന്നെ നമ്മുടെ NPK ആണെങ്കിലും അല്ലെങ്കിൽ മൈക്രോ അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻ്റ് ആണെങ്കിലും എല്ലാം ഈ ഒരു ഫെർട്ടിലൈസറിൽ അടങ്ങിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ച് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. അപ്പോൾ നഴ്സറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വളമാണ് ഇതപ്പം. ഈ ഒരു വളം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം. അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർ അയച്ചു തരും. അപ്പോൾ ഡീറ്റെയിൽസ് ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലുള്ള ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ പിന്നെ നഴ്സറികളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് നന്നായിട്ട് വേര് വരാനും അതേപോലെ തന്നെ നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വലിയ മദർ പ്ലാന്റിനൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലും ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വ്യത്യസ്തമാർന്ന വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.